പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡ്. 10ാം വാർഡിൽ തിരഞ്ഞെടുപ്പ് ആവേശകരമായാണ് നടക്കുന്നത്. അവിടെ മത്സരിക്കുന്നത് SK വിജയനാണ്. നിലവിൽ LDFിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണ UDF കൈക്കലാക്കുമോ? തീർച്ചയായും കൈക്കലാക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരും. പ്രചരണഘട്ടം എവിടെ വരെ? 4ാം ഘട്ടമായി. എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ വാഹന പ്രചരണ ജാഥ ഇന്നലെ നടന്നു. ബ്ലോക്ക് ഡിവിഷൻ ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നിലവിൽ വീടുകളിലൊക്കെ പോകുമ്പോൾ എന്താണ് ജനങ്ങൾ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്? നിലവിൽ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, വാസയോഗ്യമായ വഴികളില്ലാത്തവർക്ക് വഴികൾ ഉണ്ടാക്കി കൊടുക്കുക, സംരക്ഷണ ഭിത്തികൾ കെട്ടിക്കൊടുക്കുക ഒക്കെയാണ് മെയിനായി ആവശ്യപ്പെടുന്നത്. നിലവിൽ മുൻപ് LDFിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വികസനം നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. വികസനം നടന്നിട്ടില്ല. ചില വലിയ റിസോർട്ടുകൾ മാത്രം ഉണ്ടാക്കി അതാണ് പള്ളിവാസൽ പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. സാധാരണക്കാരായ ആളുകൾക്ക് യാതൊന്നും എത്തിച്ചേർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. നിലവിൽ LDFിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് മുന്നിൽ കാണുന്നത്? അത് തിരിച്ചു പിടിക്കാനും പള്ളിവാസൽ പഞ്ചായത്തിലെ 14 വാർഡുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കഠിനാധ്വാനമാണ്. 2 ബ്ലോക്ക് ഡിവിഷനും ഒരു ജില്ലാ ഡിവിഷനും ജയിക്കുന്നതിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് ഞാനും എൻ്റെ പാർട്ടി. നിലവിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ വാർഡിൽ 10ാം വാർഡിലേക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? 10ാം വാർഡ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 2000-2005 പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മൂന്നാറിന്റെ പ്രവേശന കവാടമായ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ തുടക്കം കുറിച്ചതാണ്. ശ്രീ K കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് നമ്മുടെ ലോക ടൂറിസം മാപ്പിൽ മൂന്നാറാക്കി വെച്ചതും അതിൻ്റെതായ വരുമാനം ഒത്തിരി അഭ്യസ്തരായ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കാനും ഒരുപാട് പേർക്ക് തൊഴിൽ മാർഗമാകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. നിലവിൽ ജയിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വികസനമാണ്. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടതുണ്ട്. മൂന്നാറിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ സൗകര്യങ്ങളില്ല. ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രവർത്തന യോഗ്യമല്ലാതെ കിടക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഒരുപാട് ഈ പഞ്ചായത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള ഒരു പഞ്ചായത്താണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത്. അതനുസരിച്ചുള്ള വികസനം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. 100% വിജയപ്രതീക്ഷയാണ്. 100% വിജയപ്രതീക്ഷയാണ്. ഏതായാലും LDFിന്റെ സിറ്റിംഗ് സീറ്റ് ഇത്തവണ UDF കൈക്കലാക്കുമെന്നതാണ് SK വിജയന്റെ ഒരു ആത്മവിശ്വാസം. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.